ചമ്പക്കുളം മൂലം ജലോത്സവത്തിലെ ആവേശ പോരാട്ടങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. 7 ചുണ്ടൻ വള്ളങ്ങളാണ് രാജ്യപ്രമുഖൻ ട്രോഫിക്കായി തുഴയെറിയുന്നത്. ഒന്നാം ഫീഡ്സ് അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി കുട്ടനാട്ടിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷെ, മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം ആവേശ പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുക? സമയത്തിനുള്ളിൽ തന്നെ ഈ മൂലം ജലോത്സവം ഇവിടെ ആരംഭിക്കും. അതിന്റെ നാട്ടിലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചുണ്ടൻ വള്ളങ്ങളെല്ലാം നിരന്നു കഴിഞ്ഞു. ആദ്യ ഹീറ്റിൽ 3 ചുണ്ടൻ വള്ളങ്ങളാണ് ഉള്ളത്. അത് ചെറുതന പുത്തൻ ചുണ്ടൻ, അതോടൊപ്പം തന്നെ അരോമ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ. ഈ 3 ചുണ്ടൻ വള്ളങ്ങളാണ് ആദ്യ ഹീറ്റിൽ മത്സരിക്കുന്നത്. അതിൽ അരോമ ചുണ്ടനിൽ അരോമ ബോട്ട് ക്ലബ്ബ് തന്നെ തുഴയുന്നു. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബും അതോടൊപ്പം തന്നെ ചെറുതന പുത്തൻ ചുണ്ടനിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയുമാണ് തുഴയുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി പലതവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഹാട്രിക് അവർക്ക് അവിടെ നഷ്ടമാവുകയായിരുന്നു. അരോമ ചുണ്ടനിൽ തുഴയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലെ അടക്കം UBCയിലെ അടക്കമുള്ള പ്രധാന ടീമുകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പുതിയ ബോട്ട് ക്ലബ്ബാണ്. വലിയ രീതിയിലുള്ള ആവേശമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സുധീഷ്, 7 ചുണ്ടൻവള്ളങ്ങളാണ് ഈ രാജ്യപ്രമുഖൻ ട്രോഫിക്കായി തുഴയെറിയുന്നത്. 5-5 മത്സരമായിരിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? KP ഈ 7 ചുണ്ടൻ വള്ളങ്ങളും ഒരു രാജപ്രമുഖൻ ട്രോഫി നേടി ഒരു വിജയം തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ അരോമ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന അരോമ ചുണ്ടൻ, അതോടൊപ്പം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന പുത്തൻ ചുണ്ടൻ എന്നിവ വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചുണ്ടൻ വള്ളൻ അടക്കം ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടക്കം ആയി കഴിയുന്നു. മൂലം ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നാം ഹീറ്റിന്റെ മത്സരം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 3 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിന് തയ്യാറായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജലോത്സവം ആരംഭിക്കുകയാണ്. ഈ സീസണിന്റെ തുടക്കം കൂടിയാണ് മൂലം ജലോത്സവത്തിലെ ഈ ഒന്നാം ഹീറ്റ് തുടങ്ങുന്നതോടെ ഈ വർഷത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. KP സുധീഷ്, ഒപ്പം തന്നെ ഈ തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? അത് എത്രത്തോളം വലിയ ജനക്കൂട്ടം തന്നെയാണോ അവിടെ കൊഴുകിയെത്തിയിരിക്കുന്നത്? KP പമ്പയാറിന്റെ 2 കരകളിലും അത് ജലോത്സവ പ്രേമികളെയും കുട്ടനാട് നിവാസികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ ആവേശമാണ് അത്. ഏതാണ്ട് 2 മണിയോടെ തന്നെ 2 കരകളിലും ജലോത്സവ പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ നിലനിൽക്കുന്നത്. ഒരു വർഷത്തെ ജലോത്സവത്തിന്റെ തുടക്കം കൂടിയാണ് ഇപ്പോഴുള്ളത് എന്നതാണ് എടുത്തു പറയാവുന്നത്. ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം കുറിച്ചു. ആ പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം കുറിച്ചപ്പോൾ ആ വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് യോഗ്യമല്ലെന്ന് വില്യമംഗലം ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്കില് കുറിച്ചി കരിങ്കുളത്ത് ലക്ഷണമൊത്ത പാർത്ഥസാരഥി വിഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം സൈനിക വ്യൂഹം ഇവിടെ നിന്ന് കുറിച്ചിക്ക് പോയി. അവിടെ നിന്ന് വിഗ്രഹവും എടുത്തുകൊണ്ട് പോന്നു. പക്ഷെ മോഷ്ടിച്ച സാധനങ്ങൾ പ്രതിഷ്ഠയ്ക്ക് യോഗ്യമല്ല. അതുകൊണ്ട് അവര് കൊണ്ടുവരുന്ന വഴി ആരും കേട്ടോ കേട്ടില്ലയോ എന്നൊന്നും അറിയില്ല. അവര് പറഞ്ഞു, ഞങ്ങളിതാ വിഗ്രഹം കൊണ്ടുപോകുന്നേ, ഞങ്ങളിതാ വിഗ്രഹം കൊണ്ടുപോകുന്നേ. അങ്ങനെ വിഗ്രഹവുമായി ചമ്പക്കുളത്തെത്തിയപ്പോഴേ രാത്രിയായതിനാല് രാജാവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരനായ മാപ്പിളശ്ശേരി ഇട്ടിത്തൊമ്മന്റെ വീട്ടിൽ അഭയം തേടണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് മാപ്പിളശ്ശേരി ഇട്ടിത്തമ്മന്റെ വീട്ടില് വിഗ്രഹം ഇറക്കി വെക്കുകയും പൂജകൾ നടത്തുകയും പിറ്റേ ദിവസം അമ്പലപ്പുഴയിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തി വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി പമ്പയാറ്റിലേക്ക് കുതിച്ചു പാഞ്ഞ വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴയിലേക്ക് ആനയിച്ചു. ചമ്പക്കുളം പള്ളിയുടെ മുൻവശത്തെത്തിയപ്പോൾ അവിടെ മണിനാഥം മുഴങ്ങി, ആ കതിനാവെടി മുഴങ്ങി, ആചാരം മുഴങ്ങി. അങ്ങനെ അമ്പലപ്പുഴയിലേക്ക് കടന്നുപോയ വിഗ്രഹ പ്രതിഷ്ഠയുടെ സ്മാരകമായി നടത്തിവരുന്ന
ചമ്പക്കുളം മൂലം വള്ളംകളി. 790 ആരംഭിച്ച വള്ളംകളി 411 വർഷത്തെ ചരിത്ര പാരമ്പര്യം പേറുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി ഇടിനാദമായി മാറുകയാണ്. ആർപ്പുവിളി ഉയരുകയാണ്, ആവേശം ഉയരുകയാണ്. പമ്പയുടെ വിരിമാറിൽ വീരന്മാര് എത്തിക്കഴിഞ്ഞു, ജലവീരന്മാര് നിരന്നു കഴിഞ്ഞു. ചമ്പക്കുളം പമ്പയാറില് ജലയുദ്ധത്തിന് സമയം സമാഗതമായി. പമ്പയാറ് ആവേശത്തിന്റെ നിറുകയിലേക്ക് എത്തുകയാണ്. ഇനിയും ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ലോകമുറ്റു നോക്കുകയാണ്. പമ്പയാറിന്റെ ഇരുകരകളിലും ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ആദ്യ ഹീറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റില് ആരംഭിക്കുവാൻ പോകുകയാണ്. 1-ൽ ചെറുതന, 2-ൽ ചമ്പക്കുളം, 3-ൽ അരോമ. ചെറുതന വരുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി, ചമ്പക്കുളം വരുന്നത് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ്, അരോമ വരുന്നത് അരോമ ബോട്ട് ക്ലബ്ബ്. ചെറുതനയുടെ ക്യാപ്റ്റൻ ജോസ് പുതിയാറ്, ചമ്പക്കുളത്തിന്റെ ക്യാപ്റ്റൻ ജോസി ജോൺ മങ്ങാട് ആൻഡ് പ്രസന്നൻ മലയില്, അരോമയുടെ ക്യാപ്റ്റൻ രഞ്ജിത്ത് സജീവ്. അങ്ങനെ വള്ളംകളി ആരംഭിക്കുവാൻ പോകുന്നു. ചരിത്ര പ്രസിദ്ധമായ മൂലം ജലോത്സവത്തിന്റെ ഫിനിഷിംഗ് പോയിന്റില് ശേഷം വിവരണത്തിന് മൈക്ക് ഞാൻ കാവാലം ഷാജി ചേരമനിലേക്ക് കൈമാറുകയാണ്. നന്ദി മിസ്റ്റർ ജോളിയെതിരേറ്റ്. ചരിത്രം കഥ പറഞ്ഞ ചമ്പക്കുളത്തിന് ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ പൂരം എന്നതുപോലെ കുട്ടനാടിന്റെ പൂരത്തിന് ഇന്ന് തെരിതെളിയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചമ്പക്കുളത്ത് ആഘോഷത്തിന്റെ പെരുമ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്. ഇവിടെ കൈകൊട്ടുകളി ഉണ്ടായിരുന്നു, വഞ്ചിപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നു, ഘോഷയാത്രയുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലോകത്തിലുള്ള ജലോത്സവ പ്രേമികൾക്ക് ഫൈറ്റിംഗ് റോവേഴ്സും ഒപ്പം തന്നെ തുഴത്താളം സോഷ്യൽ മീഡിയയും ലോകമെമ്പാടും ഈ ദൃശ്യവിസ്മയം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആവേശമൊക്കെ കൊള്ളാം. ഞങ്ങളുടെ ഫിഷിംഗ് ബോട്ടിൽ ഈ കുട്ടിയിൽ കിടക്കുന്ന 2 വള്ളങ്ങളൊന്ന് മാറ്റണേ. ആ തുഴഞ്ഞെടുക്കുന്ന വള്ളങ്ങളും ഇവിടെ കിടക്കുന്ന വള്ളങ്ങളൊന്ന് മാറ്റി തരണേ. വള്ളങ്ങൾ തുഴഞ്ഞു വരിക, അതിന്റെ വിധി നിർണയം വളരെ നിർണായകമാണ്. സെക്കൻഡുകളെ കീറിമുറിക്കുന്ന ജയപരാജയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങളെ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ആണുങ്ങൾ നല്ല മീശയൊക്കെ വെച്ച് നല്ല സുന്ദരന്മാരാണ്, സുന്ദരികളുടെ വേഷത്തിലാ വന്നെങ്കിലും വള്ളംകളിയാകുമ്പോൾ ശകലം വെള്ളംകളിയൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമാണ്, നമുക്കത് അറിയാം. പക്ഷെ അതുകൊണ്ട് വള്ളംകളിക്ക് ഒന്ന് മാറ്റി. അപ്പോൾ ചരിത്രം കഥ പറയുകയാണ്. 411 വർഷത്തെ ചരിത്രം ഇങ്ങനെ ജോളി പറഞ്ഞു പോയി. ചരിത്രങ്ങളുടെ കഥകളിലേക്ക് ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലെന്ന് 411 വർഷങ്ങൾക്ക് അപ്പുറത്ത് നടന്നുപോയ സാംസ്കാരിക പെരുമ വിളിച്ചോദിക്കൊണ്ടാണ് ഈ ജലോത്സവം അരങ്ങേറുന്ന. കുട്ടനാട് ഉണർന്നു കഴിഞ്ഞു, കുട്ടനാടിന്റെ സാംസ്കാരിക മണ്ഡലം ഉണർന്നു കഴിഞ്ഞു. ചരിത്രം മൂലക്കാഴ്ച, അമ്പലപ്പുഴയിലെ മൂലക്കാഴ്ച എന്ന് വെച്ചാൽ കുട്ടനാടുകാരന്റെ നെറുകയിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെ അതിന് പവിത്രതയുണ്ട്, അതിന് ശക്തിയുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും കുട്ടനാട്ടിലെ മിഥുനമാസത്തിലെ മൂലമെന്നാൽ ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി. ഇത് ഞാൻ പറയുമ്പോൾ വള്ളം മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1-ാം ട്രാക്കിലൂടെ ചെറുതനയാണ് വരുന്നത്. ദയവായി നിങ്ങൾ ആ വള്ളം ഒന്ന് മാറ്റിയിടുവോ? നിങ്ങളെ പോളെ പിടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം 1-ാം ട്രാക്കിലൂടെ ചെറുതന കടന്നു വരുന്നു, 2-ിലൂടെ കടന്നു വരുന്നത് ചമ്പക്കുളമാണ്, 3-ൽ ആരോമ ചുണ്ടനാണ്. ഈ വർഷം പിറന്നിറങ്ങിയ ഉണ്ണിയായി പിറന്നു കിടക്കുന്ന ആരോമ ഇവിടെ ചരിത്രം എഴുതുമോ? അതാണ് ആരോമയുടെ രഞ്ജിത്ത് സജീവും സംഘവും നിൽക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴേ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഭീകരമായ ഒരു മത്സരം. അങ്ങ് 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആരോമ വിട്ടപ്പോഴേ അല്പം മുൻപിലാണോ, അതോ 2-ാം ട്രാക്കിലെ വെള്ള തുണി ചുറ്റിയിരിക്കുന്ന തൂണെ പിടിച്ച് കിടക്കുന്ന ആൾക്കാർ അവിടുന്ന് മാറണം. ചമ്പക്കുളം ദയവ് അനൗൺസ് ചെയ്യരുതേ. ഈ ചമ്പക്കുളം, ഇവിടെ ചമ്പക്കുളത്തിന്റെ പേര് തലമുറത്തിൽ കൊത്തി വച്ചിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വള്ളമാണ്. പഴയകാലത്തിന്റെ പ്രതാപത്തിൽ ഇത് സമ്പൽക്കുളം എന്നാണ് അറിയപ്പെടുന്നെങ്കിൽ ആ ചമ്പക്കുളമാണ് കടന്നു വരുന്നെങ്കിൽ 1-ാം ട്രാക്കിൽ കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ജയിപ്പിച്ച ചെറുതനയുടെ അതേ ചെറുതന അല്പം മുൻപോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ആരോമയും ചമ്പക്കുളവും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും ഒരു നെഹ്റു ട്രോഫി നേടിയ ഈ ചമ്പക്കുളംകാരുടെ ചുണ്ടൻ ഉണ്ടായിരുന്നു. അത് വിറ്റതിന് ശേഷം അവരിറക്കിയ പുത്തൻ ചുണ്ടൻ പിറന്ന വർഷം തന്നെ 2014 യുണൈറ്റഡ് ബോട്ട് ക്ലബ് UBC കൈനകരി നെഹ്റു ട്രോഫി കൊടുത്തെങ്കിൽ ഈ വർഷം പിറന്ന വീണ ആദ്യ മത്സരത്തിൽ ആരോമ ഇവിടെ ചരിത്രം തിരുത്തുമോ? എന്തായാലും ചെമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചെമ്പക്കുളവും ആരോമ ബോട്ട് ക്ലബിന്റെ ആരോമയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം അങ്ങകലെ നിന്ന് ആരംഭിക്കുമ്പോൾ ചെറുതന്നെയാണ്ട് ഒരു വള്ളപ്പാടുകൾക്ക് പിന്നിൽ പോയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ വിട്ടുകൊടുക്കാതെ ചെമ്പക്കുളവും ആരോമയും കടന്നു വരികയാണ്. എത്ര സുന്ദരമായ മത്സരമാണ്! കാണികളുടെ മനം നിറയുന്ന മത്സരത്തിന് ഈ പമ്പാ നദി സാക്ഷ്യം വഹിക്കുകയാണ്. എത്ര പെരുമയാർജിച്ച എത്ര സുന്ദരമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ദയവായി നിങ്ങൾ ആ കെട്ടുവള്ളം കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വിവരമില്ലേ? അപ്പോൾ ആ രണ്ട് വള്ളങ്ങളുമാണ് കടന്നു വരുന്നത്. ഫിനിഷിംഗ് പോയിന്റ് പാലത്തോട് അടുക്കുന്നു എന്നിങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നു. പാലത്തിന് 100 മീറ്റർ അപ്പുറത്തുള്ള മധ്യദൂരം കഴിഞ്ഞുള്ള ടച്ചിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഏതാണ്ട് 1-2 തുഴപ്പാടുകൾക്ക് ഈ സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആരോമയാണ്. അവസാനത്തെ ഫിനിഷിംഗ് ലാപ്പിൽ 50 മീറ്ററിലെ കുതിപ്പിൽ ചമ്പക്കുളം കയറുമ്പോ ആരോമ കയറുമ്പോ ഏതായാലും ചെറുതനെ അല്പം പിമ്പോട്ട് മാറിയിട്ടുണ്ട്.